പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് ഷൈൻലാൽ യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെന്റിൽ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ചിരുന്നു. ദീർഘകാലമായിട്ട് 10-20 വർഷത്തിലേറെയായിട്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് യൂത്ത് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ KSUവിനും നേതൃത്വം നൽകുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് ശ്രീ ഷൈൻലാൽ. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം യൂത്ത് കോൺഗ്രസ് KSU നേതാക്കന്മാരായിട്ടുള്ള ശ്രീ നിധിൻ SP, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ കോവളം മണ്ഡലം പ്രസിഡന്റാണ് നിലവിൽ. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ നിധിൻ MR, യൂത്ത് കോൺഗ്രസിന്റെ രാജാജി നഗർ യൂണിറ്റ് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറുമായിരുന്ന ശ്രീ നിധിൻ MR, ശ്രീ ആൽഫ്രഡ് രാജ്, KSUവിന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ ആൽഫ്രഡ് രാജ്, അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അമൽ സുരേഷ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ, മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിലും അതോടൊപ്പം തന്നെ വാർഡ് വൈസ് പ്രസിഡന്റ് മുതൽ മണ്ഡലം പ്രസിഡന്റ് വരെ പ്രവർത്തിച്ച അമൽ സുരേഷ്. ശ്രീ അഖിൽ രാജ് PV, അരുവിക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീ അഖിൽ രാജ് PV, അദ്ദേഹത്തെയും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇത് ഒരു തുടക്കം മാത്രമാണ്. തിരുവനന്തപുരത്തെയും കേരളത്തിലെയും യൂത്ത് കോൺഗ്രസിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട്, കോൺഗ്രസിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് നൂറുകണക്കിന് യുവാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നതിന്റെ ഒരു സമാരംഭമാണ് ഷൈൻലാലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അനന്തപുരിയിൽ നടക്കുന്നത്. എല്ലാവരെയും ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന മഹാപ്രസ്ഥാനത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഷൈൻലാലിനോടൊപ്പം ഇനിയും ഏറെ പ്രവർത്തകർ ഇവിടെ സന്നിഹിതരാണ്. അവരുടെ ലിസ്റ്റ് കിട്ടാത്തതുകൊണ്ട് അവരിൽ ഓരോരുത്തരെയായിട്ട് ഷൈൻലാൽ തന്നെ വിളിക്കുമോ അതോ ഞാൻ വിളിക്കണം? അതിൽ ഓരോരുത്തരായിട്ട് വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഷൈൻലാലിനോടൊപ്പം വന്ന ഓരോരുത്തരും വേദിയിലേക്ക് വരിക. ശ്രീ ശരത് ലാലിനെ പാർട്ടിയുടെ സമരാധീനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിക്കും. സജീവ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള ശരത് ലാൽ, സജീവ്, സതീഷ് ബാബു, അരുൺകുമാർ, വിഷ്ണു, യൂത്ത് KSUവിന്റെ വിഷ്ണു, സിജി, അജിത് ലാൽ, മഹേഷ്, സുമൻ, യൂത്ത് കോൺഗ്രസിന്റെ സുമൻ തുടങ്ങി ശ്രീ ഷൈൻലാലിനോടൊപ്പം എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസിൽ ദശാബ്ദങ്ങളായിട്ട് യൂത്ത് കോൺഗ്രസിലും KSUവിലും പ്രവർത്തിച്ച സഹപ്രവർത്തകരെ ഓരോരുത്തരെയും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിഥുൻ, അഭിലാഷ്, എല്ലാവർക്കും സഹർഷം പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സ്നേഹബഹുമാനമുള്ള BJPയുടെ ആരാധ്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ജി, മറ്റ് മാധ്യമ സുഹൃത്തുക്കളെ, BJPയുടെ സദസ്സിലും വേദിയിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഏറെക്കാലമായി കോൺഗ്രസിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വരെ സജീവമായി രാഷ്ട്രീയ രംഗത്ത് നിന്നിരുന്ന ആളാണ് ഞാൻ. ഗ്രൂപ്പ് രാഷ്ട്രീയങ്ങൾക്കെതിരായി ശബ്ദമുയർത്തിയതിന്റെ ഭാഗമായി ഒറ്റപ്പെട്ടുപോയ എന്നെപ്പോലെ ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി ചെയ്യുന്നവന് കൂലി കിട്ടും എന്ന വിശ്വാസത്തിൽ പ്രവർത്തിക്കാൻ പറ്റിയ വലിയൊരു വേദിയായി BJPയിൽ സ്പേസ് ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. ഇന്ത്യയുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ഇന്ത്യയുടെ വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് വളരെ ഊന്നൽ കൊടുത്തുകൊണ്ട് ആരാധ്യനായ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വികസനങ്ങൾക്ക് ഊന്നൽ കൊടുക്കുമ്പോൾ അതിനോടൊപ്പം ചുക്കാൻ പിടിക്കാൻ കൂടെ ഒരു പ്രവർത്തകനായി എന്നും ഉണ്ടാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എന്നോടൊപ്പം BJPയിലേക്ക് വന്ന്
എല്ലാ പ്രവർത്തകർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്വാഗതവും ഇങ്ങനെ ഒരു വേദി ഒരുക്കിയ BJPയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് എന്റെ നന്ദിയും രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്.